കേരളത്തിന്റെ വികസനം ഇത്ര നാളും ഈ മുരടിപ്പിക്കുന്നതിൽ നല്ല പങ്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. അതെന്നാ വർത്താനം പറഞ്ഞു പോയി. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ. ഇന്ന് അവതരിപ്പിച്ച ബജറ്റിലെ 85% പദ്ധതികളും കേന്ദ്ര ബജറ്റിന്റെ ചോട് പിടിച്ച് കേന്ദ്ര പദ്ധതികളുടെ ചോട് പിടിച്ചുള്ള പദ്ധതികളാണ്. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. എന്ന് അങ്ങനെയാണ് ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ബജറ്റിൽ പോലും കേന്ദ്രം ഞെരുക്കുന്നു. എവിടെയാണ് കേന്ദ്രം ഞെരുക്കുന്നത്? ഓഹോ, കഥ അവൻ അങ്ങനെ ആക്കിയല്ലേ. 33,000 കോടിയുടെ സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകെ എന്നുള്ളത് ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ 25 ലക്ഷം കോടി രൂപ വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു ബജറ്റിൽ ഏറെക്കുറെ ഒരു 73,000 കോടി സംസ്ഥാനത്തിന് കിട്ടേണ്ടതായിരുന്നു എന്ന് ധനമന്ത്രി വിശദീകരിച്ചിട്ടുണ്ട്. അതിന് പകുതി മാത്രമാണ് നമുക്ക് കിട്ടിയതെന്ന്. അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. കഴിഞ്ഞ 10 വർഷം കേന്ദ്രം കേരളത്തിന് നൽകിയ സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രം നൽകിയ പിന്തുണ, അതിനു മുമ്പ് ലഭിച്ച തുക അത് പറയണ്ടേ? അത്രയും വേണം. കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഇവനെ തടയണ്ട, അയച്ചു വിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കണ്ട. ബഹുമാനിയനായ ബിജെപിയുടെ പ്രതിനിധി വീണ്ടും അവകാശപ്പെടുന്നു, ഇതൊക്കെ സാധാരണമല്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. ഏത് സാധാരണമെന്നാണ് അദ്ദേഹം കരുതുന്നത്? കേരളത്തിന്റെ കിഫ്ബി മുഖാന്തരം 6,000 കോടി രൂപ മലയാളിയുടെ പോക്കറ്റിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയ യൂണിയൻ ഗവൺമെന്റിന്റെ നടപടി വളരെ സാധാരണമല്ലേ എന്നുള്ളതാണ്. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇപ്പൊ BJP നേതാക്കന്മാരെ സംബന്ധിച്ച് ഇപ്പൊ നമ്മൾ കണ്ടു, CSR ഫണ്ട് ഫ്രോഡ് കേസിൽ തട്ടിപ്പ് സാധാരണമായി നടത്തുന്ന BJPയുടെ കേന്ദ്ര നേതാവിനെ നമ്മൾ കണ്ടു. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ദേശീയപാത മാതൃകയിൽ 6,000 കോടി രൂപ എല്ലാ പദ്ധതികൾക്കും വേണം. ഇങ്ങോട്ടൊന്നും പണയണ്ട. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. വയനാട് എന്നൊരു വാക്ക് ഉച്ചരിക്കാൻ കേരളത്തിൽ അന്തസ്സുള്ള ഏതെങ്കിലും ഒരു BJP-കാരൻ തയ്യാറായിട്ട് മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടോ? അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞത്? അതിവിടെ പറയേണ്ട ഒരു കാര്യമില്ല. എവർ ലാർജസ്റ്റ് ഡെബ്രിസ് ഫ്ലോ ഇൻ ഇന്ത്യ എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വിലയിരുത്തിയ ഒരു ദുരന്തത്തിന് ഒരണാ പൈസ നിങ്ങൾ നൽകിയിട്ടില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? 33 പേർ മരണപ്പെട്ട ആന്ധ്രയ്ക്ക് നിങ്ങൾ 3,000 കോടി കൊടുത്തു. 6 ദിവസം മഴ പെയ്ത തമിഴ്നാടിന് 183 കോടി രൂപ കൊടുത്തു. ഇവൻ എന്നെ കൊണ്ട് പോകുള്ളെന്ന് തോന്നുന്നത്. എന്നാലോ ഇന്ത്യൻ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത 500 പേരോളം മരണപ്പെട്ട കേരളത്തിന് ഒരു ചുക്കും തരില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. അന്തസ്സുള്ള ഒരു മലയാളിക്കും BJP ആകാൻ BJPയുടെ നിലപാടിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല. മുതലും പലിശ ചേർത്ത് കിട്ടി. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.